ആലപ്പുഴക്കാരാണോ? ആലപ്പുഴയിൽ ഒരു ദിവസം ബോറടിക്കാതെ എങ്ങനെ ജീവിക്കാം? ഗൈസ്, എന്റെ അമ്മൂമ്മ ഒരു കൃഷിക്കാരി ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിൽ കുറെ കൃഷിയുണ്ട്. അതുകൊണ്ട് രാവിലെ തന്നെ എണീറ്റ് നമുക്ക് കൃഷി നോക്കാൻ പോവാം. ഇതാണ് നമ്മുടെ പേരമരം, പക്ഷെ പേരയ്ക്കൊന്നുമില്ല. ഗൈസ്, ഇതാണ് ദിസ് ഇസ് ദ പപ്പരയ്ക്ക. എന്നെ പോലെ തന്നെ ഗൈസ് മുരടിച്ചു പോയി. ഇത്രേ ഉള്ളൂ ഹൈറ്റ്, കണ്ടത്രേ ഉള്ളൂ. കാന്താരി മുളകരച്ച് തേച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഇരിഞ്ഞി ചാകും. ചീരയുണ്ട്. ഇതെന്തോ ചെടിയെന്ന് എനിക്കറിയത്തില്ല. അറിയുന്നവർ കമന്റ് ചെയ്യൂ ഗൈസ്. ഗൈസ്, റോസാപ്പൂ ഉണ്ട്. ഗൈസ്, റോസാപ്പൂ. ഗൈസ്, ഇത് ഈ പറമ്പ് മൊത്തവും കൃഷി ചെയ്തിട്ട് ഈ വട്ടത്തെ കർഷകശ്രീ അവാർഡ് നേടാനാണ് എന്റെ അമ്മൂമ്മ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അമ്മൂമ്മയ്ക്ക് വോട്ട് ചെയ്യും. ഗൈസ്, പിന്നെ ഞാൻ ഒളിഞ്ഞിരിക്കുന്ന ഒരു സാധനം കാണിച്ചു തരാം. അത് നമ്മൾ ആരും കാണാതെ രഹസ്യമായിട്ട് വീടിന്റെ പറമ്പിൽ സൂക്ഷിച്ചു വെച്ചേക്കുന്ന സാധനം നിങ്ങൾ കണ്ടോ ഗൈസ്? ഇതൊക്കെ പോണം. ലുക്ക് അറ്റ് ദാറ്റ് ഗൈസ്. അതാണ് നമ്മുടെ വാഴക്കൊല. ഗൈസ്, ഇത് വാഴ പോലത്തെ ഒരു ചെടിയാണ്. അത് പക്ഷേ ഈ കൂട്ടിലാണ് വെച്ചേക്കുന്നത്. അതെനിക്ക് എന്താണെന്ന് അറിയത്തില്ല. ഇത് വേറൊരു വാഴ, അത് വേറൊരു വാഴ, ഇത് വേറൊരു വാഴ. അപ്പൊ കൃഷിയിടങ്ങൾ നമ്മൾ പരിശോധിച്ച സ്ഥിതിക്ക് അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് വായി നോക്കൽ. വീടിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് തന്നെ നമുക്ക് റോഡ് വായി നോക്കാം. വേണമെങ്കിൽ ഈ ഇരിക്കുന്ന രണ്ട് വണ്ടികളും ഈ രണ്ട് കാറും നമുക്ക് ഓടിക്കാം, പക്ഷേ നമ്മൾ ഓടിക്കരുത്. അപകടങ്ങൾ നമ്മൾ മുൻകൂട്ടി ഒഴിവാക്കാം. കുറച്ച് സമയം നമുക്ക് ഊഞ്ഞാലാടാം ഗൈസ്. ഇങ്ങനെ ഊഞ്ഞാലാടാം. ഗൈസ്, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളൂ. എന്നെ പോലെ ഇതുപോലെ പണിയെടുക്കാതെ വീട്ടിൽ ഇരിക്കാതെ പണിക്ക് പോകും ഗൈസ്. ഓക്കെ, ബൈ ബൈ.